ഹലോ. അങ്ങനെ ഇന്നാണ് തെയ്യത്തിൻ്റെ മൂന്നാമത്തെ ദിവസം എന്ന് മാത്രമല്ല, ഇന്നാണ് തെയ്യം അവസാനിക്കുന്നത്. അപ്പം ഞാൻ എല്ലാവർക്കും മേക്കപ്പൊക്കെ ചെയ്ത്, പിന്നെ എൻ്റെ ക്യാമറയിലേക്ക് വരെ എല്ലാവർക്കും പേടിയില്ല. കാരണം ഞാൻ എൻ്റെ യൂട്യൂബിലിട്ട് നശിപ്പിച്ചാലോ എന്ന് വെച്ചിട്ട് ആരും വരുന്നില്ല. അങ്ങനെ പിള്ളേർക്ക് മേക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് നമ്മൾ നേരെ കാവിലേക്ക് പോയി. ഞാനും എൻ്റെ രണ്ടനിയന്മാരും നമ്മളായിരുന്നു വണ്ടിയിൽ പോയത്. അമ്മയും രണ്ടനിയത്തിമാരും വേറെ വണ്ടിയിൽ പോയി. അങ്ങനെ കാവിലെത്തി. കാവ് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. എന്നാലും നമുക്ക് നടക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് എല്ലാവരും വണ്ടിയൊക്കെ എടുത്ത് പോയി. അങ്ങനെ ഏതൊക്കെയോ ദൈവമൊക്കെ ഇറങ്ങി. ഞാനും ദൈവത്തിനൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ആകെ കണ്ടത് കഴിച്ചമ്പടിനെ മാത്രം. നമ്മൾ അതിന് വേണ്ടി തന്നെയാണ് പോയതും. പിന്നെ നമുക്ക് എണീക്കാൻ പറ്റില്ല. എല്ലാവരും എണീക്കുമ്പോഴേക്കും നല്ല രീതിക്ക് ലേറ്റായിന്. നമ്മളെത്താൻ തന്നെ ഉച്ച കഴിഞ്ഞ്. പിന്നെ അപ്പോഴത്തേക്ക് കഴിച്ചാമ്പണ്ടി എത്തി. കഴിച്ചാമ്പണ്ടി നേരെ കണ്ട തന്നെയാണ്. ഞാനാണെങ്കിൽ പേടിച്ചില്ലാണ്ടായി. എത്ര പ്രായമുണ്ടെങ്കിലും കഴിച്ചാമ്പണ്ടി എനിക്ക് അന്നും ഇന്നും പേടിയാണ്. ആ നോട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ ഫോൺ വരെ നീക്കി വെക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. സാധാരണ ചാമുണ്ടി തെയ്യത്തിന് ഞാൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ എന്നെ പെട്ടെന്ന് നോട്ട് ചെയ്ത്. ചാമുണ്ടി ബാക്കിയുള്ള പേടിപ്പിക്കാൻ പോയപ്പോൾ നമ്മൾ ഏച്ചിക്കിട്ടൊരു പണിയും കൊടുത്തു. പിന്നെ ചാമുണ്ടി തലയിൽ വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വാളെടുത്തിട്ട് കൈത പറിക്കാൻ പോകും. ചാമുണ്ടി കൈത പറിക്കാൻ പോയതിന് ശേഷമാണ് പപ്പ കളശെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ എടുത്തിട്ട് 3 വട്ടം കാവിങ്ങനെ ചുറ്റും. അതിനുശേഷം ആ തേങ്ങ ഉടക്കും. എന്നിട്ട് പപ്പ കലശം എടുത്തിട്ടും അതേപോലെ തന്നെ 3 പ്രാവശ്യം ചുറ്റും. അപ്പോൾ പപ്പേൻ്റെ കൂടെ ഒരു ദൈവവും കൂടി ഉണ്ടാവും. അങ്ങനെ ചുറ്റിയതിന് ശേഷമാണ് പപ്പ വീട്ടിലേക്ക് കലശം എടുത്തിട്ട് പോകുന്നത്. കലശം കൊണ്ടുപോകുന്ന മുമ്പിൽ ആ കലശത്തിന് ഒരുക്കിയ സാധനം ഡോറ് ചാടും. അതിൻ്റെ പേരിലെന്നോട് മറന്നുപോയി. മുല്ലപ്പൂ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പണ്ടക്കാരൊക്കെ പറയും എന്തോ ആ പൂവെടുത്ത പ്രയത്തിനൊക്കെയാണോ അങ്ങനത്തെ ഒരു വെള്ളപ്പൂവ്, ഒരു മഞ്ഞ ഉള്ളിലായിട്ടൊരു വെള്ളപ്പൂവ്. ആ വെള്ളപ്പൂവും മുല്ലപ്പൂവും പിന്നെ തേങ്ങയല്ല തെങ്ങിൻ്റെ ഒരു സാധനം, അതിൻ്റെ പേരൊക്കെ അറിഞ്ഞൂടാ. അപ്പം അതെല്ലാം എടുത്തിട്ട് അവർ ചാടും. അതെല്ലാം കഴിയുമ്പോൾക്ക് കഴിച്ചാമ്പണ്ടി പിന്നെ വരും. ഇനിയാണ് പ്രശ്നം. കഴിച്ചാമ്പണ്ടി ആ വാളെടുത്ത് എല്ലാവരും കൊത്താൻ നോക്കും. ഉപദ്രവിക്കൊന്നുമില്ല, എന്നാലും പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൊത്താൻ നോക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ടാവും. അതിനകത്ത് പോയി ഇരുന്നിട്ട് പിന്നെ അവിലും എന്തൊക്കെയോ പൊരിയോ എന്തൊക്കെയോ സാധനം ഉണ്ടാവും. അത് കഴിക്കും. അതിനുശേഷം പിന്നെ കുറേ കോഴീനെ കൊണ്ടുകൊടുക്കും. കോഴീൻ്റെ ചോര അങ്ങനെ എടുത്ത് കുടിക്കും. പിന്നെ അതിൻ്റെ കുടൽമാലെല്ലാം എടുത്ത് ഇങ്ങനെ കഴിക്കും. കഴിക്കുന്നിടത്ത് നമ്മൾ ചോദിക്കും വേണോ എന്ന്. അടുത്തായിട്ട് അതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അടുത്ത് കൊണ്ടുത്തരുകയും ചെയ്യും. പക്ഷെ നമ്മൾ കഴിപ്പിക്കൊന്നുമില്ല, എന്നാലിങ്ങനെ കൊണ്ടുത്തരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വെള്ളം കുടിക്കും. പിന്നെ അത് കുറേ കഴിക്കുമ്പോൾ ബോധം പോവും. ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ ചാമുണ്ടീനെ എടുത്തിട്ട് കൊണ്ടുപോകും. ചാമുണ്ടീനെ കൊണ്ടായാലും ചെണ്ട മുട്ടിൽ നിൽക്കുന്നില്ല, കുറച്ച് നേരം കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ചാമുണ്ടി കഴിച്ച് ഇങ്ങനെ കോഴിനൊക്കെ എടുത്ത് ചാടുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേർക്കെല്ലാം കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോയി.